റീജ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരള റെനേസൻസ് ആണ്. ഇന്നത്തെ നമ്മുടെ ഡിസ്കഷൻ 2 പേരാണ്. അതിലാദ്യം നമ്മൾ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ചും അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CV കുഞ്ഞിരാമനെയുമാണ്. എന്താണ് പാമ്പാടി ജോൺ ജോസഫുമായി ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ CV കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹവും കേരള കൗമുദിയും തമ്മിലുള്ള ബന്ധം എന്ത്, അദ്ദേഹത്തിൻ്റെ മുൻകാല ജീവചരിത്രം, ഏതൊക്കെ പ്രൊഫഷൻ അദ്ദേഹം സ്വീകരിച്ചു, അങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 2 പേരെയാണ് നമ്മൾ ഇന്നത്തെ ഡിസ്കഷനിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവർ ആരൊക്കെയാണ്? പാമ്പാടി ജോൺ ജോസഫും ഉണ്ട്, അതുപോലെ തന്നെ CV കുഞ്ഞിരാമനുമുണ്ട്. അപ്പം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ആദ്യം തന്നെ പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പഠിക്കാം. പാമ്പാടി എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിലെ ഒരു സ്ഥലമാണ്. കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഇപ്പൊ ദളിതർ എന്ന് പറയുമ്പോൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ, പുലയ വിഭാഗങ്ങൾ, ഇവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ്. ഹായ് സാന്ദ്ര, ഹായ് ശ്രുതി, ഹായ് രൂപിക, കേൾക്കാൻ പറ്റുന്നുണ്ടോ? അജിത, കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇനി കേരളത്തിലെ ആദിമ നിവാസികൾ പുലയരാണ് എന്നാണ് ജോസഫ് വിശ്വസിച്ചത്. കേരളത്തിലെ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ചേരമർ എന്നാണ് ഇദ്ദേഹം ഇവരെ വിളിച്ചത്. അപ്പൊ നിങ്ങൾ ചേരമർ മഹാസഭ, ചേരമർ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് ചേരമർ എന്നാണ് പറയുന്നത്? അതായത് കേരളത്തിലെ ആദിമ നിവാസികൾ. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ വ്യക്തികൾ ദ്രാവിഡറാണ് എന്നൊരു അഭിപ്രായമുണ്ട് അല്ലെ. അതുപോലെ കേരളത്തിന്റെ അവകാശികൾ പുലയരാണ് എന്നാണ് പാമ്പാടി ജോൺ ജോസഫ് പറയുന്നത്. അപ്പോ പുലയരാണ് എന്ന് വിശ്വസിച്ചു ജോസഫ്. അവരെ കേരളത്തിലെ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ചേരമർ എന്ന് വിളിച്ചു. തിരുവിതാംകൂർ ചേരമർ മഹാസഭ ഇദ്ദേഹം സ്ഥാപിച്ചത് 1921 ജനുവരി 14-നാണ്. അപ്പൊ കോട്ടയം ജില്ലയിൽ എവിടെയാണ് ജനിച്ചത്? പാമ്പാടി. ഇദ്ദേഹം ദളിത് വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. കേരളത്തില് ആദ്യ വ്യക്തികൾ, ആദിമ നിവാസികൾ പുലയരാണ് എന്ന് ഇദ്ദേഹം പറയുന്നു. കേരളത്തിലെ ജനങ്ങൾ എന്നർത്ഥം വരുന്ന ചേരമർ എന്നാണ് ഇദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. അങ്ങനെ ഇദ്ദേഹം തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചു. എന്നാണ് സ്ഥാപിച്ചത്? 1921 ജനുവരി 14-നാണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. 1921 ജനുവരി 14-ന് ചേരമർ മഹാസഭ സ്ഥാപിച്ചു. 1921 ജനുവരി 14. ഇതിന്റെ ആദ്യ ജനറൽ സെക്രട്ടറി ഇദ്ദേഹമായിരുന്നു. ഈ ചേരമർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആയിരുന്നു പാമ്പാടി ജോൺ ജോസഫ്. അപ്പൊ ഇതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? പാറടി എബ്രഹാം ഐസക് ആയിരുന്നു. ആരാണ്? പാറടി എബ്രഹാം ഐസക്. പാറടി എബ്രഹാം ഐസക്. തിരുവിതാംകൂർ ചേരമർ മഹാസഭയ്ക്ക് ഒരു മുദ്രാവാക്യമുണ്ട്. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായിട്ടല്ല. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല എന്നാണ് ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യം. അപ്പൊ പാമ്പാടി എന്ന് പറയുമ്പോൾ പാമ്പ് എന്ന് നമുക്ക് അർത്ഥമെടുത്തൂടെ? പാമ്പ്, പാമ്പാടി എന്ന് പറയുമ്പോൾ പാമ്പ് എന്ന് ഓർമ്മ വരത്തില്ലേ? ചേരമർ എന്ന് പറയുമ്പോൾ ചേര, അപ്പൊ പാമ്പും ചേരയും. ഇനി നിങ്ങൾക്ക് തിരിഞ്ഞു പോകത്തില്ല, ചേരമർ മഹാസഭ സ്ഥാപിച്ചത് ആര്? പാമ്പും ചേരയും. പാമ്പാടിയാണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. പാമ്പും ചേരയും. ചേരമർ മഹാജനസഭ, ചേരമർ സംഘം, അഖില തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ, ചേരമർ സഭ, ഇങ്ങനെ ചേരമർ പുലയ സമുദായം ദളിത് വിഭാഗത്തിന് വേണ്ടി ഇദ്ദേഹം 4 സംഘടനകൾ സ്ഥാപിച്ചു. അപ്പോ നമുക്ക് ജസ്റ്റ് ചേരമർ മഹാസഭ സ്ഥാപിച്ചു അല്ലെങ്കിൽ തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ചു എന്ന് മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഇത്തരം 4 എണ്ണമുണ്ട് ചേരമർ വെച്ചിട്ട്. ചേരമർ സംഘം, ചേരമർ മഹാജനസഭ, അഖില തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ, ചേരമർ സഭ.
ഇങ്ങനെ 4 സംഘടനകളാണ് ഇദ്ദേഹം ഈ ചേരമർ എന്ന പേരിൽ സ്ഥാപിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. 1919 ഇദ്ദേഹം ഒരു മാസിക ആരംഭിച്ചു. സാധുജനദൂതൻ എന്നൊരു മാസിക ആരംഭിച്ചു. ഇനി ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1931 തിരുവിതാംകൂർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി 1931. 1931 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത്. ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? മറ്റൊരു വ്യക്തിയും ശ്രീമൂലം പ്രജാസഭയിൽ 1931 അംഗമായി. ആരെങ്കിലും ഓർക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ പേര്? 1931 അംഗമായ മറ്റൊരു വ്യക്തി കൂടിയുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ മറ്റൊരു വ്യക്തി നമ്മൾ പൊയ്കേൽ യോഹന്നാനൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു അല്ലെ. 1931 അദ്ദേഹം അംഗമായി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് സാധുജനദൂതൻ. ഇത് ഓർത്തു വെക്കുക. സാധുജനദൂതൻ 1919 ദളിത് ക്രിസ്ത്യാനികൾക്കായി ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചു. ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റിൽ എന്ത് സമർപ്പിച്ചു? മെമ്മോറാണ്ടം സമർപ്പിച്ചു. ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി. ഈ മെമ്മോറാണ്ടം 1935 ഏപ്രിൽ 24 സമർപ്പിക്കുന്നത്. 1935 ഏപ്രിൽ 24. ഇനി സവർണ ക്രിസ്ത്യാനികൾ അവർണ ക്രിസ്ത്യാനികൾ എന്നൊരു പുസ്തകം എഴുതി. അപ്പൊ ക്രിസ്ത്യാനികൾക്കിടയിലും സവർണർ അവർണർ ഇങ്ങനെ ഒരു വിഭാഗമുണ്ട് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. ദളിത് ക്രിസ്ത്യാനികൾക്കെതിരെ സിറിയൻ ക്രിസ്ത്യാനികളുടെ അവഗണനയിൽ പ്രതിഷേധിച്ച പാമ്പാടി ജോൺ ജോസഫ് ഒരു കൃതി രചിച്ചു. അതിനെ ചെറുമ ബോയ് എന്നും ബോയുടെ മലയാളം ബാലൻ അല്ലെ, ആൺകുട്ടി എന്നൊക്കെയല്ലേ, ചെറുമ ബാലൻ എന്നൊക്കെ ആ പുസ്തകത്തെ വിളിക്കുന്നുണ്ട്. ചെറുമ ബോയ് എന്ന് കണ്ടാലും ചെറുമ ബാലൻ എന്ന് കണ്ടാലും നിങ്ങൾ ആൻസർ എഴുതുക. ചെറുമ ബാലൻ ആര് രചിച്ചതാണ്? ചെറുമ ബോയ് ആര് രചിച്ചതാണ്? രണ്ടും ഒരു പുസ്തകമാണ്. പാമ്പാടി ജോൺ ജോസഫ് രചിച്ചതാണ്. 1935 ദളിത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടി ഇദ്ദേഹം ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മോറാണ്ടം സമർപ്പിച്ചത്. സവർണ ക്രിസ്ത്യാനികൾ അവർണ ക്രിസ്ത്യാനികൾ എന്നൊരു പുസ്തകവും ഇദ്ദേഹം എഴുതി. ഈ പാമ്പാടി ജോൺ ജോസഫിന്റെ ജോലി എന്തായിരുന്നു? ഇദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു. പാമ്പാടി ജോൺ ജോസഫ് എന്ന പേര് കിട്ടുന്നത് കോട്ടയത്ത് പാമ്പാടിയിൽ അധ്യാപകനായപ്പോഴായിരുന്നു. അധ്യാപകനായിരിക്കുമ്പോഴാണ് ഇദ്ദേഹം പാമ്പാടിയിലെ അധ്യാപകൻ എന്ന രീതിയിലാണ്, പാമ്പാടി തന്നെയാണ് ജനിച്ചത്, പാമ്പാടി എന്നൊരു പേര് കിട്ടുന്നത്. 1-ാം ലോക മഹായുദ്ധ കാലത്ത് അധ്യാപക വൃത്തി ഇദ്ദേഹം ഉപേക്ഷിച്ചു. എന്നിട്ട് പട്ടാളത്തിൽ ചേർന്നു. 1-ാം ലോക മഹായുദ്ധ സമയത്ത് പട്ടാള സേവനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഇദ്ദേഹമാണ് ചേരമർ മഹാജനസഭ സ്ഥാപിക്കുന്നത്. പിന്നെ അങ്ങ് സംഘടന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഇദ്ദേഹം സാധുജന ദൂതൻ 1919 സ്ഥാപിച്ചില്ലേ? ഇതാണ് പിന്നീട് ഈ ചേരമർ മഹാസഭയുടെ മുഖപത്രമായി മാറി. 1919 ഇദ്ദേഹം സ്ഥാപിച്ച ഈ സാധുജന ദൂതനാണ് ചേരമർ മഹാസഭയുടെ മുഖപത്രമായി മാറിയത്. ക്ലിയർ ആണോ? ചേരവംശത്തിലെ അവസാന നാടുവാഴിയുടെ പിന്മുറക്കാരായ ഐക്കര കുറുപ്പന്മാരിൽപ്പെട്ട ഐക്കര നാടുവാഴിയുടെ സ്വീകരണം അദ്ദേഹം നടത്തിയത് സ്വസമുദായ നവീകരണത്തിലെ മുഖ്യ സംഭവമായിരുന്നു. അപ്പോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, അധികം ആളുകൾക്ക് അറിയത്തില്ല. ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തതേ ഉള്ളൂ. ചേരവംശത്തിലെ അവസാനത്തെ നാടുവാഴി പിന്മുറക്കാരാണ് ഐക്കര കുറുപ്പന്മാർ. ഐക്കര നാടുവാഴി സ്വീകരണം ഇദ്ദേഹം നടത്തി. അപ്പൊ സ്വന്തം സമുദായ നവീകരണത്തിലെ ഒരു മുഖ്യ സംഭവമായത് മാറി. 1923 മാർച്ച് 9 തിരുവനന്തപുരത്ത് ഐക്കര യജമാനന് സ്വീകരണം നൽകിയ ശേഷം പുത്തൻ നാടുവാഴിയായി പ്രഖ്യാപിച്ചു. അപ്പൊ പുലയ ജാതിയിൽ നിന്ന് കത്തോലിക്ക ക്രിസ്ത്യാനിയായി പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ക്രിസ്ത്യാനി ആയിരുന്നു ഇദ്ദേഹത്തിന്റെ പിതാവ്. അപ്പൊ ഇദ്ദേഹം ജോൺ ജോസഫ്, പേര് കേൾക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ നമുക്ക് തോന്നുന്നില്ലേ? ഇദ്ദേഹത്തിന്റെ അച്ഛൻ ആദ്യം പുലയ ജാതിയിൽ ജനിച്ച വ്യക്തിയാണ്. പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്തു? ക്രിസ്ത്യാനിയായിട്ട്
പരിവർത്തനം ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ പാമ്പാടി ജോൺ ജോസഫ് ഒരു ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് ദളിത് ക്രിസ്ത്യാനികൾ, അവർണ ക്രിസ്ത്യാനികൾ, സവർണ ക്രിസ്ത്യാനികൾ ഇങ്ങനെയൊക്കെ ഒരു വേരിയേഷൻ ഉണ്ടെന്നും അതുമായി ബന്ധപ്പെട്ടൊരു പുസ്തകവും രചിച്ചു. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായും പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. എന്തൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടന്റ്? കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. ദളിത് വിഭാഗം പുലയർക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിച്ചത്. ഇനി ചേരമർ മഹാസഭ സ്ഥാപിച്ചു. 1921 ജനുവരി 14 ആദ്യ ജനറൽ സെക്രട്ടറിയാണ്. അതിന്റെ പ്രസിഡന്റ് ആണ് പാറടി എബ്രഹാം ഐസക്. ഗോത്രപരമായി സംഘടിക്കൂ, മതപരമായല്ല. ഇനി ചേരമർ മഹാജനസഭ, ചേരമർ സംഘം, ഇങ്ങനെ പല സംഘടനകൾ സ്ഥാപിച്ചു. സാധുജനദൂതൻ എന്നൊരു മാസിക സ്ഥാപിച്ചു 1919. ഇതാണ് പിന്നീട് ഇതിന്റെ ചേരമർ മഹാസഭയുടെ മുഖപത്രമായി മാറിയത്. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി 1931. ദളിത് ക്രിസ്ത്യാനികൾക്ക് ബ്രിട്ടീഷ് പാർലമെന്റിൽ മെമ്മറാണ്ടം സമർപ്പിച്ചു 1935. ഇദ്ദേഹത്തിന്റെ പുസ്തകം കണ്ടു, സവർണർ, അവർണ, ക്രിസ്ത്യാനികൾ. ചെറുമാബോയി എന്ന കൃതിയും രചിച്ചു. അധ്യാപകനായിരുന്നു. പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. അവിടെ നിന്നാണ് സംഘടനാ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വന്നത്. പിന്നെ ഇദ്ദേഹം നാടുവാഴിയെ സ്വീകരിച്ചു. അത് ഓർക്കുക. 1940 ആയപ്പോഴത്തേക്ക് ഇദ്ദേഹം അന്തരിച്ചു. 1940 ജൂലൈയിലാണ് അന്തരിച്ചു. ഇത്രയാണ് പാമ്പാടി ജോൺ ജോസഫിനെ കുറിച്ച് പറയാനുള്ളത്. നമുക്കറിയാം, അങ്ങനെ എപ്പോഴും ചോദിക്കുന്ന ഒരു പേരല്ല പാമ്പാടി ജോൺ ജോസഫ്. പക്ഷെ ചോദിക്കുമ്പോഴെല്ലാം ചേരമർ മഹാസഭയാണ് പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ. ആരാണ് ചേരമർ മഹാസഭ സ്ഥാപിച്ചത്? ചെറുമാബോയി ഏതാണ്? ശ്രീമൂലം പ്രജാസഭയിൽ ഇദ്ദേഹം അംഗമായത്. ഈ 3 കാര്യങ്ങൾ. പിന്നെ ചേരമർ മഹാസഭയുടെ 1921 ഗോത്രപരമായി സംഘടിക്കും, മതപരമായല്ല, ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് ക്വസ്റ്റ്യൻസ് ആയി വരുന്നത്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പഠിച്ചാൽ മതി. പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ തന്നിട്ടുള്ളൂ, എപ്പോഴും ചോദിക്കുന്ന കാര്യങ്ങൾ. അല്ലാണ്ട് ഒത്തിരി വേണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരുപാട് ജീവചരിത്രങ്ങളൊക്കെ ഉള്ളതാണ്, ഒത്തിരി കാര്യങ്ങൾ പറയാം. പക്ഷെ അതൊന്നും നമ്മൾ പഠിക്കുന്നില്ല. നമുക്ക് വേണ്ടത് മാത്രം പഠിച്ചാൽ മതി. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ച ജില്ല ഏതാണ്? കമന്റ് ചെയ്യാം ആൻസേഴ്സ്. പാമ്പാടി ജോൺ ജോസഫ് ജനിച്ച ജില്ല. ആൻസർ കോട്ടയം ജില്ലയിലാണ്. പാമ്പാടി എന്ന സ്ഥലത്താണ് നമ്മുടെ പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത്. കോട്ടയം ജില്ലയിലാണ്, പാമ്പാടി എന്ന സ്ഥലത്താണ് പാമ്പാടി ജോൺ ജോസഫ് ജനിച്ചത്. ക്ലിയർ ആണ്? ഇനി ചോദ്യം, തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ച വർഷം. തിരുവിതാംകൂർ ചേരമർ മഹാസഭ സ്ഥാപിച്ച വർഷം 1921 ജനുവരി 14 ചേരമർ മഹാസഭ സ്ഥാപിച്ചത്. ചേരമർ മഹാസഭയുടെ ആദ്യ ജനറൽ സെക്രട്ടറി ആരായിരുന്നു? ആദ്യ ജനറൽ സെക്രട്ടറി പാമ്പാടി ജോൺ ജോസഫ് ആയിരുന്നു. പാമ്പാടി ജോൺ ജോസഫ് ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായ വർഷം. അംഗമായത് 1931. ചെറുമാബോയി ആരെഴുതിയ കൃതിയാണ്? ചെറുമാബോയി എന്ന കൃതി രചിച്ചത് പാമ്പാടി ജോൺ ജോസഫാണ്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് CV കുഞ്ഞിരാമനെ കുറിച്ച് പഠിക്കാം. 1871 ജനിച്ചു. 1949 അന്തരിച്ചു. 1871 ജനിച്ചു, 1949 മരിച്ചു. എന്നാണ് നമ്മുടെ പാമ്പാടി ജോൺ ജോസഫ് മരിച്ചത്? 1940. അപ്പോ ഇനി CV കുഞ്ഞിരാമനെ കുറിച്ചാണ് പഠിക്കുന്നത്. 1871 ഫെബ്രുവരി 6 ഇദ്ദേഹം ജനിക്കുന്നത്. കൊല്ലം ജില്ലയിലാണ്, മയ്യനാട് എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. കൊല്ലം ജില്ല, മയ്യനാട് എന്ന ഗ്രാമം. ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് വേലായുധൻ, അമ്മയുടെ പേര് കുഞ്ഞിച്ചാളി. അച്ഛൻ വേലായുധൻ, അമ്മ കുഞ്ഞിച്ചാളി. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അനുയായി ആയിരുന്നു. അപ്പൊ CV കുഞ്ഞിരാമൻ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി ആയിരുന്നു. 1871 ഫെബ്രുവരി 6 ജനിക്കുന്നത്. ഇദ്ദേഹം ജന്മസ്ഥലം മയ്യനാടാണ്, കൊല്ലം ജില്ലയാണ്. വേലായുധനാണ് അച്ഛൻ, കുഞ്ഞിച്ചാളിയാണ് മാതാവ്. മാതാപിതാക്കൾ. അപ്പൊ കുഞ്ഞിച്ചാളി മാതാവ്, വേലായുധൻ അച്ഛൻ. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി. ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച കേരളത്തിലെ നവീകരണ പ്രസ്ഥാനത്തിന്റെ, അതായത് വൈക്കം സത്യാഗ്രഹം. 1924 വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. 603 ദിവസമാണ് നീണ്ടുനിന്നത്. 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത്.
ഇത് ടി കെ മാധവനാണ് ഇതിന്റെ നേതാവ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവ്. എന്നാൽ ഇതിൽ ഒരു പ്രധാന പങ്കാളിയായിരുന്നു സി വി കുഞ്ഞിരാമൻ. ആദ്യമായിട്ടാണ് കേരളത്തിൽ അയിത്തത്തിനെതിരെ ഒരു സത്യാഗ്രഹം ആരംഭിച്ചത്. വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ സഞ്ചാര സ്വാതന്ത്ര്യം ആവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സത്യാഗ്രഹമാണ് വൈക്കം സത്യാഗ്രഹം. ഇതിനു ശേഷമാണ് പിന്നീട് ക്ഷേത്രത്തിന് തന്നെ ചെല്ലാൻ, ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ അനുമതി വേണം എന്നുള്ള ആവശ്യം വരുന്നത്. അവ ക്ഷേത്രപ്രവേശന വിളംബരത്തിലേക്ക് നയിച്ച ഒരു നവീകരണ പ്രസ്ഥാനമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇതിൽ പങ്കെടുത്ത പ്രധാന നേതാക്കളിൽ ഒരാളായിരുന്നു സി വി കുഞ്ഞിരാമൻ. പരവൂർ കേശവനാശാൻ ആരംഭിച്ച സുജ നന്ദിനി പത്രത്തിൽ പദ്യങ്ങൾ, ലേഖനങ്ങൾ എഴുതി സാഹിത്യ ലോകത്തേക്ക് പ്രവേശിച്ചു. അപ്പൊ സുജനന്ദിനി എന്ന പത്രത്തിലാണ് ഇദ്ദേഹം ആദ്യമായി ലേഖനങ്ങളൊക്കെ എഴുതി സാഹിത്യ ലോകത്ത് എത്തുന്നത്. ഇദ്ദേഹം എന്നാണ് കേരള കൗമുദി ആരംഭിച്ചത്? 1911 കേരള കൗമുദി എന്ന പത്രം ആരംഭിച്ചത്. എന്നാണ് 1911 കേരള കൗമുദി എന്ന പത്രം ആരംഭിച്ചത്. ക്ലിയർ ആണ്? 1911 കേരള കൗമുദി എന്ന പത്രം സ്ഥാപിക്കുന്നത്. കൊല്ലം ജില്ലയില് മയ്യനാടുള്ള സുവർണ പ്രകാശം പ്രസിൽ നിന്നാണിത് അച്ചടിക്കുന്നത്. ഈ പ്രസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്, എവിടെ നിന്ന് അച്ചടിച്ചു? കൊല്ലം ജില്ലയിൽ നിന്ന്. നമുക്കറിയാം, ഗോവയിൽ ആണ് ആദ്യമായി ഇന്ത്യയിൽ ഒരു അച്ചടിശാല വന്നത്. പോർച്ചുഗീസുകാരാണ് അച്ചടിശാല കൊണ്ടുവന്നത്. എന്നാൽ ഒരു വിദേശികളുടെയും സഹായമില്ലാതെ കേരളത്തിൽ ആദ്യമായി അച്ചടിശാല സ്ഥാപിച്ച മലയാളിയാണ് ചാവറ കുര്യാക്കോസ് ഏലിയാസ്. മാന്നാനം പ്രസ് അല്ലെ, ജ്ഞാനപീയൂഷമാണ് അവിടെ ആദ്യമായി അച്ചടിച്ചത്. അവിടെ നിന്നാണ് ദീപിക പത്രം അച്ചടിച്ചത്. അപ്പൊ അത് കോട്ടയം ജില്ലയിലാണ്, മാന്നാനത്താണ്. എന്നാൽ കൊല്ലത്തുള്ള സുവർണപ്രകാശം പ്രസിൽ നിന്നാണ് കേരള കൗമുദി ആരംഭിച്ചത്. കൊല്ലക്കാരനാണ് സി വി കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് കെ സുകുമാരൻ. ആരായി കെ സുകുമാരൻ? സി വി കുഞ്ഞിരാമന്റെ മകനാണ് കെ സുകുമാരൻ. ഇദ്ദേഹമാണ് ആദ്യത്തെ എഡിറ്റർ. ഇനി ഇതാദ്യം 1911 ആരംഭിച്ചു എങ്കിലും ഇതൊരു പത്രമാണെങ്കിൽ എല്ലാ ദിവസവും ഈ പത്രം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊരു ദിനപത്രമായി, എല്ലാ ദിവസവും ഉള്ള ഒരു പത്രമായി പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത് 1940 മുതലാണ്. 40 മുതലാണ്. ഇന്ന് നിലനിൽക്കുന്ന ഒരു പത്രമാണ് കേരള കൗമുദി. ഇനി മറ്റൊരു പത്രമുണ്ട്, മലയാള രാജ്യം. മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരാണ് സി വി കുഞ്ഞിരാമൻ. മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപക പത്രാധിപരാണ്. അപ്പൊ ഒന്നും കൂടെ നോക്കാം. സി വി കുഞ്ഞിരാമനെ കുറിച്ചാണ് പഠിക്കുന്നത്. 1871 ജനിച്ചത്. ഇദ്ദേഹമാണ് നമ്മുടെ കേരള കൗമുദി പത്രം ആരംഭിച്ചത് 11. ഇദ്ദേഹത്തിന്റെ ജന്മസ്ഥലം കൊല്ലം ജില്ലയിലാണ്, മയ്യനാടാണ്. അവിടെ നിന്ന് തന്നെയാണ് കേരള കൗമുദി ആരംഭിക്കുന്നത്. സുവർണപ്രകാശം പ്രസിൽ നിന്നാണ്. വേലായുധനും കുഞ്ഞിച്ചാളിയുമാണ് മാതാപിതാക്കൾ. ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയാണ്. ഇനി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. സുജനന്ദിനി പത്രത്തിലാണ് ആദ്യമായി ലേഖനങ്ങളൊക്കെ എഴുതുന്നത്. കേരള കൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ഇദ്ദേഹത്തിന്റെ മകനാണ് കെ സുകുമാരൻ. കേരള കൗമുദി ദിനപത്രമായത് 1940 മുതലാണ്. മലയാള രാജ്യപത്രം സ്ഥാപകൻ കൂടിയാണ് സി വി കുഞ്ഞിരാമൻ. എങ്കിൽ നമുക്കൊരു ഇദ്ദേഹത്തെ കുറിച്ചുള്ളൊരു 5 പോയിന്റ്സ് ഒന്ന് ഓർത്തു നോക്കാം. എന്തൊക്കെ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നു? ആദ്യം നമ്മൾ പാമ്പാടി ജോൺ ജോസഫിന്റെ 5 പോയിന്റ്സ് ആണ് ഓർക്കുന്നത്. പാമ്പാടി ജോൺ ജോസഫ് കോട്ടയം ജില്ലയിലാണ് ജനിച്ചത്. പാമ്പാടി എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഇദ്ദേഹം ചേരമർ മഹാസഭ സ്ഥാപിച്ചു. ദളിത് വംശജർക്ക് വേണ്ടി പോരാടി. ചേരമർ മഹാസഭ പോലുള്ള 4 സംഘടന ഇദ്ദേഹം സ്ഥാപിച്ചു. ചെറുമ ബോയി എന്ന കൃതി രചിച്ചു. സവർണരും അവർണരുമായ ക്രിസ്ത്യാനികൾ എന്നുള്ള ഒരു ലേഖനം രചിച്ചു. ഇനി ഇദ്ദേഹം സാധുജന ദൂതൻ സ്ഥാപിച്ചു. അത് എന്തായി മാറി? ചേരമർ മഹാസഭയുടെ മുഖപത്രമായി മാറി. 1940 അന്തരിച്ചു. പാമ്പാടി ജോൺ ജോസഫ് 1931 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. ഇനി സി വി കുഞ്ഞിരാമനെ കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെ പോയിന്റ്സ് ഓർമ്മയുണ്ട്? 1871 ജനിച്ചു.
49 മരിച്ചു. കൊല്ലം ജില്ലയിലാണ്, മയ്യനാടാണ് ജനിച്ചത്. സുവർണപ്രകാശം പ്രസിൽ 2011 കൊല്ലം ജില്ലയിൽ മയ്യനാട് നിന്ന് തന്നെയാണ് കേരള കൗമുദി ആരംഭിച്ചത്. അദ്ദേഹത്തിന്റെ മകൻ കെ സുകുമാരൻ ആയിരുന്നു ഇതിന്റെ ആദ്യത്തെ എഡിറ്റർ. വേലായുധൻ കുഞ്ഞിച്ചാളി മാതാപിതാക്കൾ: ശ്രീനാരായണ ഗുരുവിന്റെ അനുയായി, വൈക്കം സത്യാഗ്രഹത്തിലെ പ്രധാനി. സുജനന്ദിനിയിൽ ഇദ്ദേഹം ലേഖനങ്ങൾ രചിച്ചു. മലയാള രാജ്യം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ കൂടിയാണ്. ഇനി ഭാഷാഭിമാനി, സിംഹളൻ, പി കെ തീയൻ, ഈ തൂലിക നാമങ്ങളിലൊക്കെ ഇദ്ദേഹം കൃതികൾ രചിച്ചു. പി കെ തീയൻ, ഭാഷാഭിമാനി, സിംഹളൻ എന്നീ തൂലിക നാമങ്ങളിലൊക്കെ സി വി കുഞ്ഞിരാമൻ തന്റെ കൃതികൾ രചിച്ചു. അധകൃതർക്ക് പ്രത്യേക സ്കൂളുകൾ അനുവദിക്കുന്നതിന് വേണ്ടി പ്രയത്നിച്ചു. ഇപ്പോൾ സാധാരണ പാവപ്പെട്ട ദരിദ്രരായിട്ടുള്ള, ജാതിയിൽ താഴ്ന്നു എന്ന് വിശ്വസിച്ചിരുന്ന കുറച്ച് ആളുകൾ ഇവർക്ക് വേണ്ടി സ്കൂളുകളൊക്കെ സ്ഥാപിക്കണം എന്ന് ഇദ്ദേഹം വാദിച്ചു. ഈഴവർക്ക് വേണ്ടി മയ്യനാട് ഗ്രാമത്തിൽ വെള്ളമണൽ എന്ന പേരിൽ വിദ്യാലയം സ്ഥാപിച്ചു. ഇദ്ദേഹം ഈഴവർക്ക് വേണ്ടി എന്ത് സ്ഥാപിച്ചു? വിദ്യാലയം സ്ഥാപിച്ചു. 1928 31 SNDPയുടെ ജനറൽ സെക്രട്ടറി ആയി. ഇപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു അനുയായി ആയിരുന്നു എന്ന് നമ്മൾ പഠിച്ചു. അതുകൊണ്ട് തന്നെ 1928 1931 ഇദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി ആയി. യുക്തിവാദി പ്രസ്ഥാനത്തിലും സജീവമായി പ്രവർത്തിച്ചു. യുക്തിവാദി പ്രസ്ഥാനത്തിലും സജീവമായി ഇദ്ദേഹം പ്രവർത്തിച്ചു. ഇനി പത്രപ്രവർത്തകനാണ്, എഴുത്തുകാരനാണ്. ഇദ്ദേഹത്തിന്റെ മകൻ കെ സുകുമാരൻ പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ്. ഇദ്ദേഹത്തിന്റെ മകൻ കെ സുകുമാരൻ കേരള കൗമുദിയുടെ ആദ്യത്തെ എഡിറ്റർ കൂടിയാണ്. മയ്യനാട് LMS സ്കൂളില് പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്തു. കൊല്ലത്തെ ഹൈസ്കൂളിൽ ചേർന്നു. പക്ഷേ പഠനം നിർത്തേണ്ടി വന്നു. 1893 ഇദ്ദേഹത്തിന് വനം വകുപ്പില് ഗുമസ്തനായിട്ട് ജോലി ലഭിച്ചു. വനം വകുപ്പില് ഗുമസ്തനായി. ഇനി തൊട്ടടുത്ത വർഷം 94, വർഷങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ഇദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ആരായിരുന്നു എന്നൊരു ധാരണ മാത്രം മതി. സ്റ്റേറ്റ്മെന്റ് രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റണം. മയ്യനാട് വെള്ളമണൽ സ്കൂളിൽ അധ്യാപകനായി. ഇദ്ദേഹമല്ലേ വെള്ളമണൽ സ്കൂളിൽ ഈഴവർക്ക് വേണ്ടി സ്കൂൾ ആരംഭിച്ചത്. അപ്പൊ അവിടെ അധ്യാപകനാകുന്നു. കൊല്ലത്ത്, കടയ്ക്കാവൂർ, കായ്ക്കര, പറവൂർ തുടങ്ങി പല സ്കൂളുകളിൽ ഇദ്ദേഹം പഠിപ്പിച്ചു. ഇനി പിന്നീട് ഇദ്ദേഹം എന്ത് ചെയ്തു? വക്കീൽ പരീക്ഷ വിജയിച്ചു. 1913 സ്കൂളിൽ നിന്നൊക്കെ രാജിവെച്ച് ഇദ്ദേഹം വക്കീലായി മാറുന്നു, അഭിഭാഷകനായി. അപ്പൊ ആദ്യം ഒരു വനം വകുപ്പ് ഗുമസ്തൻ, പിന്നീട് അധ്യാപകനായി, പിന്നീട് വക്കീലാകുന്നു. പറവൂർ മജിസ്ട്രേറ്റ് കോടതിയിലൊക്കെ ഇദ്ദേഹം വക്കീലായി പ്രാക്ടീസ് ചെയ്തു. ഇതിനിടയ്ക്ക് വെച്ചിട്ടാണ് 1911 ആയപ്പോഴത്തേക്ക് കേരള കൗമുദി ദിനപത്രം അദ്ദേഹം സ്ഥാപിച്ചത്. പിന്നീട് അദ്ദേഹം എന്ത് ചെയ്തു? തന്റെ സ്ഥലം കൊല്ലത്തേക്ക് അങ്ങ് മാറ്റി. എന്നിട്ട് ഇദ്ദേഹം പിന്നീട് പതുക്കെ ആദ്യം സ്ഥാപിച്ചു. കണ്ട 13 ഇദ്ദേഹം സ്കൂളിൽ നിന്ന് രാജിവെച്ച് വക്കീലാവുകയാണ്. 11 കേരള കൗമുദി സ്ഥാപിച്ചത്. അപ്പൊ ആദ്യം പാരലായിട്ടാണ്, വക്കീലും ഉണ്ട്, എന്നാൽ ഇദ്ദേഹം പത്രവും സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട്. 2 ജോലി ചെയ്തു. പിന്നെ പതുക്കെ ഇദ്ദേഹം എന്ത് മനസ്സിലാക്കി? വക്കീലൊന്നും ആവണ്ട, അതൊക്കെ മാറ്റിയിട്ട് ഈ ഒരു പൊതുപ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പത്രവുമായി മുന്നോട്ട് പോയി. 1920 മകനായ കെ സുകുമാരന്റെ സഹായത്തോടു കൂടിയാണ് കേരള കൗമുദി ഒരു ദിനപത്രത്തെ കൂടുതൽ മികച്ച രീതിയിൽ പുനരുജ്ജീവിപ്പിച്ചത്. ക്ലിയർ ആണോ? ദിനപത്രമാകുന്നത് 40. അപ്പൊ കുറച്ചും കൂടെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് കുറെ കൂടെ ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ അതിന് നൽകി. മലയാള രാജ്യം സ്ഥാപിച്ചത് ആരാണ്? അതും സി വി കുഞ്ഞിരാമൻ. നവജീവൻ, കഥമാലിക, യുക്തിവാദി, നവശക്തി, വിവേകോദയം ഇതിന്റെയൊക്കെ പത്രാധിപനായിരുന്നു. ഏതിന്റെയൊക്കെയാണ്? മലയാള രാജ്യം സ്ഥാപിച്ചു, അതിന്റെ പത്രാധിപനായി. നവജീവനുണ്ട്, കഥമാലികയുണ്ട്, യുക്തിവാദിയുണ്ട്, പിന്നെയോ നവശക്തി, വിവേകോദയം. വിവേകോദയം അറിയാമോ? നമ്മുടെ SNDPയുടെ പത്രമാണ് വിവേകോദയം.
ഇപ്പോഴത്തെ പത്രം ഏതാ? യോഗനാഥമാണ് അല്ലെ, മുഖപത്രം. അപ്പൊ അതിന്റെയൊക്കെ എന്തായി മാറി? ഇദ്ദേഹം ഒരു പത്രാധിപരായി മാറിയിരുന്നു. യുക്തിവാദി, നവജീവൻ, കഥമാലിക, നവശക്തി, ഇങ്ങനെ പോകും. ഇദ്ദേഹം കേരള കൗമുദിയുടെ സ്ഥാപകനാണ്. 1911 കേരള കൗമുദി സ്ഥാപിച്ചത്. ദിനപത്രമായി മാറിയത് 40 കെ സുകുമാരൻ ഇദ്ദേഹത്തിന്റെ മകനും ഇതിന് നന്നായി സഹായിച്ചു. മലയാള രാജ്യം എന്ന പത്രത്തിന്റെയും സ്ഥാപകനാണ്, ഇതിന്റെ പത്രാധിപനുമാണ് അല്ലെ. ഇനി പത്രാധിപനുമാണ് സ്ഥാപകനുമാണ്, ഈ രണ്ട് ജോലിയും കൂടെ ചെയ്ത ഒരു പത്രാധിപൻ അല്ലെങ്കിൽ ഒരു പത്രത്തിന്റെ ഉടമ കൂടിയാണ് ഇദ്ദേഹം. മലയാള രാജ്യം, നവജീവൻ, നവശക്തി, അതുപോലെ മലയാള മനോരമ, ഭാഷാ പോഷിണി, കഥമാലിക, വിവേകോദയം, യുക്തിവാദി, ഇതിലൊക്കെ പത്രാധിപരായി പ്രവർത്തിച്ചു. ഒരുപാട് പത്രങ്ങളിൽ ഇദ്ദേഹം പത്രാധിപരായി പ്രവർത്തിച്ചു. ONV കുറുപ്പ് സ്ഥാപക ചെയർമാനായിരുന്ന CV കുഞ്ഞിരാമന്റെ ഫൗണ്ടേഷൻ. അപ്പോൾ നമ്മുടെ CV കുഞ്ഞിരാമന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ONV കുറുപ്പായിരുന്നു ആദ്യം അതിന്റെ ഒരു സ്ഥാപക പ്രസിഡന്റ് എന്ന് പറയാം. അപ്പൊ CV കുഞ്ഞിരാമന്റെ പേരിൽ എന്തുണ്ട്? ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. അവരെ മികച്ച കൃതികൾക്കൊക്കെ അവാർഡ് നൽകുന്ന ഒരു ഫൗണ്ടേഷനാണ്. CV കുഞ്ഞിരാമന്റെ പേരിൽ ഒരു സാഹിത്യ പുരസ്കാരം സാഹിത്യ മികവിന് നൽകും. 10,001 രൂപയും പ്രശസ്തി പത്രവും ആണ് അവാർഡ്. BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ഒരു ശില്പവും കൊടുക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പൊ CV കുഞ്ഞിരാമൻ എന്ന് ചോദിച്ചാൽ പ്രധാനമായും PSC വരുന്നത് കേരള കൗമുദി സ്ഥാപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലാണ്. 10 ഈ ഒരു ചോദ്യമാണ് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയി പഠിച്ചു. 1771 ഫെബ്രുവരി 6, ജനിച്ചത് കൊല്ലം ജില്ല മയ്യനാട്, വേലായുധൻ കുഞ്ഞിച്ചാളി, ഗുരുവിന്റെ അനുയായി, പിന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത പ്രധാന നേതാവാണ്. സുജനന്ദിനി പത്രം സാഹിത്യ ലോകത്തേക്ക് ഇദ്ദേഹം വരുന്നത് സുജനന്ദിനി പത്രത്തിലെ പദ്യങ്ങള് ലേഖനങ്ങളൊക്കെ എഴുതിക്കൊണ്ടാണ്. ഇനി 1911 കേരള കൗമുദി സ്ഥാപിച്ചത് നമ്മൾ കണ്ടു. സുവർണ പ്രകാശം എന്ന പ്രസ്സിൽ നിന്നുമാണ് കേരള കൗമുദി പത്രം പ്രസിദ്ധീകരിച്ചത്. പത്രത്തിന്റെ ആദ്യ എഡിറ്ററാണ് K സുകുമാരൻ, ഇദ്ദേഹത്തിന്റെ മകനാണ്. 1940 ദിനപത്രമാകുന്ന മലയാള രാജ്യം എന്ന പത്രത്തിന്റെ പത്രാധിപരാണ്, അദ്ദേഹത്തിന്റെ സ്ഥാപകനാണ്. ഭാഷാഭിമാനി, സിംഹളൻ, PK തീയൻ എന്നീ പേരുകളിലൊക്കെ ഇദ്ദേഹം തൂലിക നാമം സ്വീകരിച്ചുകൊണ്ട് രഹസ്യമായ കൃതികളൊക്കെ രചിച്ചു. വിദ്യാലയം സ്ഥാപിച്ചു. 28-31 SNDP സെക്രട്ടറി. പിന്നെ ഇദ്ദേഹം യുക്തിവാദി പ്രസ്ഥാനത്തിൽ സജീവമായി പ്രവർത്തിച്ചു. സ്കൂളില് ചേരുന്നു, പിന്നെ വനം വകുപ്പിൽ ഗുമസ്തനാകുന്നു, അവിടുന്ന് അധ്യാപകനാകുന്നു, പിന്നെ ഒരുപാട് സ്കൂളുകളിലൊക്കെ പഠിപ്പിച്ചു, പിന്നെ വക്കീലാകുന്നു. പിന്നീടാണ് പത്രം സ്ഥാപിച്ചിട്ട് പത്രത്തിലേക്ക് തിരിഞ്ഞു വരുന്നത്. ഇനി മലയാള രാജ്യത്തിന്റെ സ്ഥാപകനാണ്, പത്രാധിപരാണ് എന്ന് ഓർക്കുക. ONV കുറുപ്പാണ് ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു ഫൗണ്ടേഷൻ സ്ഥാപിക്കുന്നത്. 10,001 രൂപ, അതുപോലെ BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവും നൽകുന്നുണ്ട്. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? അജിത മാത്രമേ കമന്റ് ചെയ്യുന്നുള്ളൂ. സാന്ദ്ര ഓക്കെ കിട്ടുന്നുണ്ടോ? ശ്രുതി കമന്റ് ചെയ്യുന്നില്ലല്ലോ. രൂപിക കിട്ടുന്നുണ്ടോ? ക്ലിയർ ആണ്? ഓക്കെ. കൃതികൾ ഒരുപാടുണ്ട് കേട്ടോ. പക്ഷെ കൃതികളൊന്നും നമ്മൾ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടുമില്ല. അറിയാലോ, നമ്മൾ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല. എങ്കിലും ഇദ്ദേഹം ഒരുപാട് കൃതികൾ എഴുതി എന്നൊരു ധാരണ നിങ്ങൾക്ക് വേണം. ഇദ്ദേഹം കവിതകൾ തന്നെ കുറെ എഴുതി. കാർത്തികോദയം, ശ്രീ പത്മനാഭ സന്നിധിയിൽ, ഈഴവ നിവേദനം, നരലോകം, ഒരു സന്ദേശം, സ്വാമി ചൈതന്യം, സ്വാഗതഗാനം. അപ്പൊ ഇതൊന്നും ചോദിച്ചിട്ടില്ലാത്തത് കൊണ്ട് നമ്മൾ പഠിക്കുന്നില്ല. നമ്മൾ ഈ ചോദിക്കാത്തതെല്ലാം കൂടി ഇന്ന് കാണാൻ പഠിക്കണ്ട എന്നുള്ള രീതിയിൽ പഠിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് കേൾക്കുന്നു. കാർത്തികോദയം, പത്മനാഭ സന്നിധി, ഈഴവ നിവേദനം, നരലോകം, സന്ദേശം, സ്വാമി ചൈതന്യം, സ്വാഗതഗാനം. ഇനി നാടകം ഒരെണ്ണേ ഉള്ളൂ. അതൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു നാടകമേ ഉള്ളൂ, മാലതി കേശവം. മാലതി കേശവം എന്ന ഒരു നാടകമേ ഉള്ളൂ. ഗദ്യം ഒരുപാടുണ്ട്. കണ്ടോ, ഇഷ്ടം പോലെ ഗദ്യമാണ്. ഇദ്ദേഹം ഒരുപാട് സാഹിത്യ രചനകൾ രചിച്ചു എന്ന് ഓർക്കുക. 100 കഥകൾ, എൻ്റെ ശ്രീകോവിൽ, ആശാൻ സ്മരണകൾ, അറബിക് കഥകൾ, ഷേക്സ്പിയർ കഥകൾ, രാമദേവൻ ജാനകി, വെനീസിലെ വ്യാപാരി, വരലോല, ഹേമലീല, കൊടുങ്കാറ്റ്, വാൽമീകി രാമായണം, സോമനാഥൻ വ്യാസഭാരതം, രാധാറാണി രാമായണ കഥ, കാന്തിമതി,
ലുക്രീസിന്റെ ചരിത്രഹാനി, പത്നാദേവി, രാഗപരിണാമം, ദുർഗാക്ഷേത്രം, പഞ്ചവടി. നാഗകന്യക, ഉണ്ണിയാർച്ച, തുമ്പോലാർച്ച, മാലുത്തണ്ടാൻ ഒരു നൂറാറസിന് മുൻപ്. ലോകമതങ്ങൾ ചിലതൊക്കെ തർജ്ജമ ചെയ്തതാണ്, ചിലതൊന്നും പൂർണ്ണമായിട്ടില്ല, അപൂർണ കൃതികളാണ്. അപ്പോൾ ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഗദ്യങ്ങളാണ്. ഇദ്ദേഹത്തിന്റെ ഒരേ ഒരു നാടകം മാലതി കേശവം പഠിച്ചു. ഇദ്ദേഹത്തിന്റെ കുറച്ച് കവിതകളും കണ്ടു. ഇനി ഇദ്ദേഹത്തിന് ചില നോവലുകൾ, ചരിത്ര പുസ്തകങ്ങളുണ്ട്. അതാണ് KC കേശവപിള്ളയുടെ ജീവചരിത്രം, ഇന്ത്യ ചരിത്ര സംഗ്രഹം. ഇന്ത്യ ചരിത്ര സംഗ്രഹവും KC കേശവപിള്ളയുടെ ജീവചരിത്രവും ഇദ്ദേഹം രചിച്ചതാണ്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? ഇനി നമുക്ക് കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് 2-3 ചോദ്യങ്ങളിലേക്ക് പോകാം. കുഞ്ഞിരാമൻ ജനിച്ച വർഷം 1871. കുഞ്ഞിരാമന്റെ ജന്മസ്ഥലം എവിടെ? കൊല്ലം ജില്ലയിലാണ്, മയ്യനാട്. കേരള കൗമുദി സ്ഥാപിച്ച വർഷം 1911 കേരള കൗമുദി സ്ഥാപിച്ചത്. കേരള കൗമുദി പത്രത്തിന്റെ ആദ്യ എഡിറ്റർ ആരാണ്? അദ്ദേഹത്തിന് തന്നെ മകനാണ് K. സുകുമാരൻ. മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരാണ്? സ്ഥാപിച്ചതും അതിന്റെ ആദ്യ പത്രാധിപരും CV കുഞ്ഞിരാമൻ. ക്ലിയർ ആണോ? ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇനി അപ്പോ CV കുഞ്ഞിരാമൻ ജനിച്ചത് 1871 അല്ലെ? ജന്മസ്ഥലം എവിടെയാണ്? മയ്യനാടാണ്. കേരള കൗമുദി പത്രം സ്ഥാപിച്ചതോ 1911. ആദ്യ എഡിറ്റർ ആരാണ്? K. സുകുമാരൻ. മലയാള രാജ്യം പത്രത്തിന്റെ സ്ഥാപക പത്രാധിപർ ആരാണ്? സ്ഥാപകനായ പത്രാധിപരാണ് CV കുഞ്ഞിരാമൻ. ക്ലിയർ ആണ്? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. അപ്പൊ നമ്മൾ CV കുഞ്ഞിരാമനെ കുറിച്ച് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പഠിച്ചു. നിങ്ങൾക്ക് ഓർമ്മ വരുന്ന ഒരു 5 കാര്യങ്ങൾ CV കുഞ്ഞിരാമനുമായി ബന്ധപ്പെട്ട് പറയുക. ഇനി നമ്മൾ ഒരാളെ കൂടി പഠിക്കാൻ പോവുകയാണ്. കേട്ടോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്കൊരു 5 കാര്യങ്ങളിലേക്ക് പോകാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം, CV കുഞ്ഞിരാമൻ എന്ന് പറയുമ്പോൾ 1911 ഇദ്ദേഹം കൊല്ലം ജില്ലയില് മയ്യനാട് കേരള കൗമുദി സ്ഥാപിച്ചു. 1871 ജനിച്ചു, 1949 മരിച്ചു. ഇദ്ദേഹമാണ് മലയാള രാജ്യം എന്ന പത്രം സ്ഥാപിച്ചത്. ഇദ്ദേഹം അതിന്റെ സ്ഥാപക എഡിറ്റർ കൂടിയായിരുന്നു. കേരള കൗമുദിയുടെ എഡിറ്റർ ഇദ്ദേഹത്തിന്റെ മകനാണ് K. സുകുമാരനാണ്. ആദ്യം ഇദ്ദേഹം ഒരു അധ്യാപകനായി, പിന്നെയോ വക്കീലായി, പിന്നീടാണ് ഗുമസ്തൻ അല്ലെ, ഗുമസ്തൻ വനവകുപ്പിലെ ഗുമസ്തൻ, അധ്യാപകൻ, വക്കീല്, പിന്നീടാണ് പത്രമൊക്കെ സ്ഥാപിച്ചിങ്ങനെ പോകുന്നത്. കേരള കൗമുദി പത്രം അത് കണ്ടു. CV കുഞ്ഞിരാമൻ ശ്രീനാരായണ ഗുരുവിന്റെ അനുയായിയായിരുന്നു എന്നുള്ളതും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണോ? എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടോ? ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ 1871 ഫെബ്രുവരി 6 കൊല്ലം ജില്ല, വേലായുധൻ കുഞ്ഞിച്ചാളി ഗുരുവിന്റെ അനുയായി, വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. 1911 കേരള കൗമുദി സ്ഥാപിച്ചു. കൊല്ലം ജില്ലയിലാണ്, മയ്യനാടാണ്. സുവർണപ്രകാശൻ പ്രസിൽ നിന്നാണ് അച്ചടിച്ചത്. 1940 ദിനപത്രമാകുന്നത്. മലയാള രാജ്യം എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ്. ഭാഷാഭിമാനി സിംഹളൻ, PK തിയ്യൻ, ഇതാണ് തുലിക നാമങ്ങൾ. 28-31 SNDP ജനറൽ സെക്രട്ടറി. K. സുകുമാരൻ ഇദ്ദേഹത്തിന്റെ മകനാണ്. വനംവകുപ്പ് അധ്യാപകൻ, പിന്നെ വക്കീല്, പിന്നെ പത്രവുമായി മുന്നോട്ട് പോയി. മലയാള രാജ്യം, നവജീവൻ, നവശക്തി, മലയാള മനോരമ, ഭാഷാഭൂഷണി, ഇങ്ങനെ ഒത്തിരി പത്രങ്ങളിൽ പത്രാധിപരായി. ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു അവാർഡുണ്ട്. OMV കുറുപ്പായിരുന്നു ഇദ്ദേഹത്തിന്റെ സ്ഥാപക ചെയർമാൻ. 10,001 രൂപയും BD ദത്തൻ രൂപകൽപ്പന ചെയ്ത ശില്പവുമാണ്. കവിതകൾ രചിച്ചു, നാടകങ്ങൾ രചിച്ചു, ഗദ്യങ്ങൾ ഒരുപാട് രചിച്ചു, ചരിത്രം രചിച്ചു.
ചരിത്ര പുസ്തകങ്ങൾ. ആരുടെയൊക്കെ? KC കേശവപിള്ളയുടെ ചരിത്രം, അതുപോലെ തന്നെ ഇന്ത്യ ചരിത്ര സംഗ്രഹം. അങ്ങനെ 2 പേരെ വളരെ ഡീറ്റെയിൽ ആയി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും പോയിന്റ്സ് ഓർമ്മയുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പേഴ്സണാലിറ്റിയിലേക്കാണ് പഠിക്കാൻ പോകുന്നത്. തൈക്കാട് അയ്യയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ്? തൈക്കാട്. 1814 909 ജനിച്ചതും മരിച്ചതും വർഷം കിട്ടി. 814 ജനിച്ചു, 909 മരിച്ചു. തൈക്കാട് അയ്യ എന്ന് പറയുമ്പോൾ 1814 ജനിച്ചത്. എന്നാണ് ജനിച്ചത്? 1814. എവിടെയാണ് ജനിച്ചത്? കന്യാകുമാരിക്ക് അടുത്ത് നഗലപുരം എന്ന സ്ഥലത്താണ് നമ്മുടെ തൈക്കാടയ്യ ജനിച്ചത്. യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നായിരുന്നു. യഥാർത്ഥ പേരെന്തായിരുന്നു? സുബ്ബരായൻ. തൈക്കാടയ്യ ജനിച്ചത് കന്യാകുമാരിക്ക് അടുത്താണ്, നഗലപുരം എന്ന സ്ഥലത്താണ്. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ്. ഇനി ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നു. എന്തറിയപ്പെടുന്നു? ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നു. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. ശ്രീനാരായണ ഗുരുവിനെ പഠിപ്പിച്ചു, അതുപോലെ അയ്യങ്കാളിയെ പഠിപ്പിച്ചു. തൈക്കാടയ്യാണ് ചട്ടമ്പി സ്വാമികളെയും പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? തൈക്കാട് അയ്യയാണ്. ഹഠയോഗ ഉപദേഷ്ട എന്നറിയപ്പെടുന്നത് തൈക്കാടയ്യാണ്. ഹഠയോഗ ഉപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നു തൈക്കാട് അയ്യ. ഇനി പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ, ഈ പേരുകളിലൊക്കെ ഇദ്ദേഹം അറിയപ്പെട്ടു. പാണ്ടിപ്പറയൻ, പണലിപ്പറയൻ, ഇങ്ങനത്തെ പല പേരുകളിലും ഇദ്ദേഹം അറിയപ്പെട്ടു. അയ്യാവിനെ ജനങ്ങള് വളരെ സ്നേഹത്തോടെ വിളിച്ച ഒരു പേരാണ് സൂപ്രണ്ടയ്യ. ജനങ്ങള് ഭയങ്കര ഇഷ്ടത്തോടെ വിളിച്ച പേരെന്താണ്? സൂപ്രണ്ട് അയ്യ എന്നാണ്. ഇനി അയ്യാവിന്റെ പത്നിയുടെ പേരാണ് കമലം. എന്താണ് തൈക്കാടയ്യയുടെ പത്നിയുടെ പേര്? കമലമ്മാൾ എന്നാണ്. കമലമ്മാൾ. അപ്പൊ ഇദ്ദേഹം മലബാറിലെ പാമ്പുംകാട് എന്ന സ്ഥലത്ത് കാശ്യപ ഗോത്രജനനായ മുത്തുകുമാരൻ, അതുപോലെ ശൈവ വെള്ളാള സമുദായാംഗം രുക്മിണി അമ്മാളിന്റെയും മകനാണ്. അപ്പൊ ഇദ്ദേഹം മുത്തുകുമാരന്റെയും രുക്മിണി അമ്മാളുടെയും മകനാണ്. തമിഴില് നല്ല പാണ്ഡിത്യമുണ്ടായിരുന്നു. പിതാവിൽ നിന്നാണ് ഇദ്ദേഹത്തിന് തമിഴിന് നല്ല ഒരു പാണ്ഡിത്യം ലഭിച്ചത്. തിരുവനന്തപുരത്തായിരുന്നു ഇദ്ദേഹം ഉദ്യോഗം കാരണം കൂടുതലായി താമസിച്ചത്. തൈക്കാട് അയ്യ സ്വാമി എന്ന പേരിലാണ് ഇദ്ദേഹം പിന്നീട് പ്രസിദ്ധനാകുന്നത്. പന്തി ഭോജനം ആരംഭിച്ചത് ആരാണ്? പന്തി ഭോജനം, സമപന്തി ഭോജനം എന്ന് പറഞ്ഞാൽ ഉത്തരം വൈകുണ്ഠ സ്വാമികളാണ്. പന്തി ഭോജനം എന്ന് പറഞ്ഞാൽ തൈക്കാട് അയ്യ. പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ. ക്ലിയർ ആണോ? സമപന്തി, പന്തി, പ്രീതി. പിന്നെ സഹോദരൻ അയ്യപ്പന്റെയാണ് മിശ്ര ഭോജനം. പട്ടിസദ്യ ചട്ടമ്പി സ്വാമികളാണ്. ഇനി ചില എക്സാമിനൊക്കെ പന്തി ഭോജനം എന്നും പറഞ്ഞിട്ട് തൈക്കാടയ്യ ഓപ്ഷനിൽ കാണത്തില്ല, വൈകുണ്ഠസ്വാമി കാണും. അപ്പൊ നിങ്ങൾ വൈകുണ്ഠസ്വാമി എഴുതണം. പക്ഷെ വൈകുണ്ഠസ്വാമി സമപന്തി ഭോജനമാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഇനി വൈകുണ്ഠസ്വാമിയും ഈ തൈക്കാടയ്യയും തമ്മിൽ നാഗർകോവിൽ വെച്ചിട്ടാണ് കണ്ടുമുട്ടുന്നത്. എവിടെ വെച്ചാണ് കണ്ടുമുട്ടിയത്? നാഗർകോവിൽ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ആരെയാണ്? തൈക്കാടയ്യ. എന്നാ ജനിച്ചത്? 1814. എന്നാണ് മരിച്ചത്? 1909. ക്ലിയർ ആണോ? തൈക്കാടയ്യ ജനിച്ചത് കേരളത്തിലാണോ? അല്ല, കന്യാകുമാരിക്കടുത്ത് നഗലപുരം എന്ന സ്ഥലത്താണ്. യഥാർത്ഥ പേര് സുബ്ബരായൻ എന്നാണ്.
ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നു. ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ശിവരാജയോഗി. ശിവരാജയോഗി. ഇദ്ദേഹത്തിനെ ഗുരുവിന്റെ ഗുരു എന്ന് വിളിക്കുന്നു. ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി ഇവരുടെയൊക്കെ ഗുരുവാണ്. ഗുരുവിന്റെ ഗുരു എന്ന് വിശേഷിപ്പിക്കുന്നു. ഹഠയോഗ ഉപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നുണ്ട്. പാണ്ഡിപ്പറയൻ, പണലിപ്പറയൻ ഇങ്ങനെയൊക്കെയാണ് താഴ്ന്ന വിഭാഗങ്ങൾ ഇദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്. വരണ്യവർഗം വിളിച്ചിരുന്നു. പാണ്ഡിപ്പറയൻ, പണലിപ്പറയൻ എന്നൊക്കെ വിളിച്ചു. ഇനി ജനങ്ങളൊക്കെ സ്നേഹപൂർവ്വം ഇദ്ദേഹത്തെ സൂപ്രണ്ട് അയ്യ എന്ന് വിളിച്ചു. സൂപ്രണ്ട് അയ്യ. പത്നിയുടെ പേര് കമലമ്മാൾ, അച്ഛൻ മുത്തുകുമാരൻ, അമ്മ രുക്മിണി അമ്മാള്. തമിഴില് നല്ല പാണ്ഡിത്യമൊക്കെ ഉണ്ടായിരുന്നു. അച്ഛനാണ് തമിഴൊക്കെ പഠിപ്പിച്ചു കൊടുത്തത്. തിരുവനന്തപുരത്താണ് അദ്ദേഹം കൂടുതലായി താമസിച്ചത്. ഇനി പന്തി ഭോജനം ആരംഭിച്ചു. പന്തി ഭോജനം ആരംഭിച്ചു. ഓർക്കുക, പന്തി ഭോജനം ആരംഭിച്ചു. ഇനി ഇദ്ദേഹത്തിനെ തൈക്കാട് അയ്യ സ്വാമി എന്ന പേരിലാണ് പിൽക്കാലത്ത് അറിഞ്ഞത്. വൈകുണ്ഠ സ്വാമികൾ ഇദ്ദേഹവുമായി കണ്ടുമുട്ടുന്നത് നാഗർകോവിൽ എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. ഇനി തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാർ ആരൊക്കെ? ഇത് എക്സാമിന് ചോദിക്കുന്നതാണ്. ശിഷ്യന്മാരുടെ പേരുകൾ ക്ലിയർ ആണോ? ശിഷ്യന്മാരുടെ പേരുകൾ കൃത്യമായി അറിഞ്ഞിരിക്കുക. ആരാണ് ഇദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എന്ന് നോക്കാം. 1800 അതായത് തൈക്കാടയ്യ, ഗുരു, ചട്ടമ്പി, അയ്യങ്കാളി. അതുപോലെ മറ്റൊരാളാണ് കേരളവർമ്മ വലിയ കോയി തമ്പുരാനും രാജരവിവർമ്മ, സ്വാതി തിരുനാളൊക്കെ. രാജരവിവർമ്മയുണ്ട്, സ്വാതി തിരുനാളൊക്കെ ഉണ്ട്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ ആരൊക്കെയാണ് തൈക്കാടയ്യയുടെ ശിഷ്യന്മാർ എന്ന് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ ശ്രീനാരായണ ഗുരു. അതുകൊണ്ടാണ് ഈ ഗുരുവിന്റെ ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരുക്കന്മാർ, ഗുരുവിന്റെ ഗുരു എന്ന് വിളിച്ചത്. അതുപോലെ ചട്ടമ്പി സ്വാമികളെയും ഗുരുവായിട്ടാണ് എല്ലാവരും കാണുന്നത്. ഗുരുവിന്റെ ഗുരുവാണ്. അതുകൊണ്ടാണ് ഗുരുവിന്റെ ഗുരു എന്നാണ് തൈക്കാടയ്യെ വിളിക്കുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരുവിന്റെ ഗുരുവാണ്, ചട്ടമ്പി സ്വാമിയുടെ ഗുരുവാണ്, അയ്യങ്കാളിയുടെ ഗുരുവാണ്, കേരളവർമ്മ വലിയ കോയി തമ്പുരാന്റെ ഗുരുവാണ്, രാജരവിവർമ്മയുടെ ഗുരുവാണ്, സ്വാതി തിരുനാളിന്റെ ഗുരുവാണ്. തൈക്കാടയ്യ ആത്മീയമായി സ്വാധീനിച്ച 2 തമിഴ് സന്യാസിമാരുണ്ട്. സച്ചിദാനന്ദ മഹാരാജും ചിട്ടി പരദേശും. ചിട്ടി പരദേശിയും സച്ചിദാനന്ദ മഹാരാജുമാണ് ഇദ്ദേഹത്തിനെ സ്വാധീനിച്ച തമിഴ് സന്യാസിമാർ. അപ്പോ നമ്മുടെ വൈകുണ്ഠ സ്വാമിയെ കുറിച്ച് നിങ്ങൾക്കറിയാം. നമ്മൾ പഠിച്ചതാണ്. വൈകുണ്ഠ സ്വാമി സമപന്തി ഭോജനം നടത്തി, സമത്വ സമാജം സ്ഥാപിച്ചു. വൈകുണ്ഠ സ്വാമി ബ്രിട്ടീഷുകാരെ വെണ്ണീജന്മാരെന്നും ഈ തിരുവിതാംകൂറിനെ വെണ്ണീജ ഭരണം എന്നും ഒക്കെ വിശേഷിപ്പിച്ചു. അന്നേരം സമയത്ത് സ്വാതി തിരുനാള് രാജാവാണ്. അവർക്ക് ഇഷ്ടപ്പെടുവോ? അവരെ വെണ്ണീജ ഭരണം, വെണ്ണീജന്മാരാണ് എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഇഷ്ടപ്പെടുവോ? വെള്ള നീചന്മാരുടെ അനുയായികളാണെന്നൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. വൈകുണ്ഠ സ്വാമി അപ്പഴേ പിടിച്ച് ജയിലിലിട്ടു. ശിങ്കാരത്തോപ്പ് എന്ന ജയിലിലോട്ട് പിടിച്ചിട്ടു. അന്നേരം ഈ വൈകുണ്ഠ സ്വാമിയെ പിടിച്ചിട്ടപ്പോ തൈക്കാടയ്യയുടെ ഗുരുവാണല്ലോ വൈകുണ്ഠ സ്വാമി. തൈക്കാട് അയ്യ അല്ലെ, തൈക്കാട് അയ്യയുടെ ഗുരുവാണ് വൈകുണ്ഠ സ്വാമി. അപ്പോ തൈക്കാട് അയ്യയെ ആരെ പഠിപ്പിച്ചിട്ടുണ്ട്? സ്വാതി തിരുനാളിനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സ്വാതി തിരുനാളിന്റെ അടുത്ത് പറഞ്ഞു, എന്റെ ഗുരുവാണ് വൈകുണ്ഠ സ്വാമി. വൈകുണ്ഠ സ്വാമി എന്ത് ചെയ്യണം? പുറത്തിറക്കണം, അങ്ങനെ ജയിലിലൊന്നും പിടിച്ചുവിടരുതെന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഗുരു പറയുമ്പോ സ്വാതി തിരുനാളെ രാജാവ് കേൾക്കത്തില്ലേ? രാജാവ് ഉടനെ വൈകുണ്ഠ സ്വാമിയെ പുറത്തിറക്കി. അപ്പൊ ആരുടെ ആവശ്യപ്രകാരമാണ് സ്വാതി തിരുനാൾ വൈകുണ്ഠ സ്വാമിയെ ജയിലിൽ നിന്നും മോചിപ്പിച്ചതെന്ന് ചോദിച്ചാൽ തൈക്കാട് അയ്യ ഗുരുവിന്റെ ആവശ്യപ്രകാരമാണ്. അദ്ദേഹത്തിന്റെ പറഞ്ഞതുകൊണ്ടാണ് വൈകുണ്ഠ സ്വാമിയെ പുറത്തിറക്കിയത്. இந்த உலகத்தில் ഒരേ ഒരു ജാതി താൻ, ഒരേ ഒരു മതം താൻ. ഇനി ഒരേ ഒരു കടവുൾ താൻ. ഉലകം എന്ന് വെച്ചാൽ ലോകം, ഒരേ ഒരു ജാതി. ഈ ലോകത്തിൽ ഒരേ ഒരു ജാതിയേ ഉള്ളൂ, ഒരേ ഒരു മതമേ ഉള്ളൂ, ഒരേ ഒരു കടവുൾ, ഒരേ ഒരു ദൈവമേ ഉള്ളൂ. ശ്രീനാരായണ ഗുരു ഇതാണ് മലയാളത്തിലേക്ക് മാറ്റുന്നത്. തന്റെ ഗുരു തമിഴിൽ തനിക്ക് പഠിപ്പിച്ചു കൊടുത്ത സാധനമാണ് മലയാളത്തിലേക്ക് മാറ്റിയത്. അതങ്ങ് ഹിറ്റായി. അപ്പൊ എല്ലാവരുടെയും മനസ്സിൽ ഇത് ആര് പറഞ്ഞു വെച്ചാൽ ഗുരുദേവൻ പറഞ്ഞു, ശ്രീനാരായണ ഗുരു പറഞ്ഞു എന്നാണ്.
അപ്പൊ ശ്രീനാരായണ ഗുരുവിന് ഇത് എവിടുന്ന് കിട്ടിയെന്ന് ചോദിച്ചാൽ തൈക്കാടയ്യയുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. ക്ലിയർ ആണോ? തമിഴ് തൈക്കാടയ്യ പറഞ്ഞു കൊടുത്ത സാധനമാണ് ഗുരുദേവൻ മലയാളത്തിൽ പറഞ്ഞപ്പോൾ അത് പ്രചാരം നേടി. ഇനി പ്രധാന രചനകൾ, ഇത് PS ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യ ഉലകത്തിലെ ഒരേ ഒരു ജാതിദാൻ, ഒരേ ഒരു മതം താൻ, ഒരേ ഒരു കടവുൾ താൻ, ഇതാരുടെ വാക്കുകളാണ്? തൈക്കാടയ്യ. തൈക്കാടയ്യ എവിടെ ജനിച്ചത്? കന്യാകുമാരി, നഗലപുരം. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ് രാമായണം പാട്ട്, ബാലകാണ്ഡം, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാണ്ഡം, ഉജ്ജയിനി മഹാകാളി, പഞ്ചരത്നം, ഹനുമാൻ പാമലൈ, എന്റെ കാശിയാത്ര, തിരുവാരൂർ മുരുകൻ, ഉള്ളൂർ അമർന്ത ഗുഹൻ, കുമാര കോവിൽ കുറവൻ. അപ്പോ പ്രധാനപ്പെട്ട രചനകൾ എന്തൊക്കെയാണ്? രാമായണം പാട്ട്, ബാലകാണ്ഡം, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാണ്ഡം, ഉജ്ജയിനി മഹാകാളി, പഞ്ചരത്നം, ഹനുമാൻ പാമലൈ, എന്റെ കാശിയാത്ര, തിരുവാരൂർ മുരുകൻ, ഉള്ളൂർ അമർന്ത ഗുഹൻ, കുമാര കോവിൽ കുറവൻ. എന്തൊക്കെയാണ്? രാമായണം പാട്ട്, ബാലകാണ്ഡം, പഴനി വൈഭവം, ബ്രഹ്മോത്തരകാണ്ഡം, ഉജ്ജയിനി മഹാകാളി, പഞ്ചരത്നം, ഹനുമാൻ, എന്റെ കാശിയാത്ര, തിരുവാരൂർ മുരുകൻ, ഉള്ളൂർ അമർന്ത ഗുഹൻ, കുമാരകോവിൽ കുറവൻ. എന്റെ കാശിയാത്ര സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. ഉജ്ജയിനി മഹാകാളി ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കണ്ടാൽ തൈക്കാടയ്യ എന്നെഴുതുക. എന്റെ കാശിയാത്ര, ഉജ്ജയിനി മഹാകാളി, ഇതൊക്കെ ഓർക്കുക. ഇനി തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം. അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. അപ്പൊ തൈക്കാടയ്യയുടെ സ്മരണാർത്ഥം തൈക്കാടയ്യയിലെ അയ്യാസ്വാമി എന്ന് പറയുന്ന ഒരു ക്ഷേത്രം സ്ഥാപിക്കുന്നു. 1943 തിരുവനന്തപുരത്താണ് ഈ ക്ഷേത്രം സ്ഥാപിച്ചത്. ക്ലിയർ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? അയ്യാസ്വാമി ക്ഷേത്രം സ്ഥാപിച്ചത് തിരുവനന്തപുരത്താണ്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് തൈക്കാടയ്യാവിനെ തൈക്കാട് റെസിഡൻസിയിലെ മാനേജറായി നിയോഗിച്ചത് മക്ഗ്രിഗർ ആണ്. ആരാണ്? മക്ഗ്രിഗർ ആണ്. മക്ഗ്രിഗർ ആണ്. മക്ഗ്രിഗർ. അപ്പോ മക്ഗ്രിഗർ തൈക്കാട് എന്ത് ചെയ്തു? അവിടുത്തെ ഒരു റെസിഡൻസി ആയിട്ട് നമ്മുടെ തൈക്കാടയ്യയെ സ്ഥാപിച്ചു. അങ്ങനെയാണ് തൈക്കാടയ്യ ജനങ്ങളൊക്കെ സ്നേഹപൂർവം തൈക്കാടയ്യയെ വിശേഷിപ്പിക്കുകയൊക്കെ ചെയ്തത്, ബഹുമാനപൂർവം എന്നൊക്കെ വിശേഷിപ്പിക്കുന്നത്. ക്ലിയർ ആണ്? ഓക്കെ ആണ്? അയ്യാ സ്വാമി എന്നൊക്കെ വിളിച്ചില്ലേ? ഇനി 1873 909 വരെ ഈ തൈക്കാട് റെസിഡൻസിയുടെ സൂപ്രണ്ട് പദവി വഹിച്ചു. അപ്പൊ ജനങ്ങൾ വിളിച്ചു സൂപ്രണ്ടയ്യ, സ്നേഹപൂർവ്വം വിളിച്ചു സൂപ്രണ്ടയ്യ. തൈക്കാടയ്യ സമാധിയാകുന്നത് 909 ജൂലൈ 20 909 ജൂലൈ 20 സമാധിയാകുന്നത്. ഇനി ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു മിഷൻ രൂപീകരിച്ചു. 1984 ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു മിഷൻ രൂപീകരിച്ചത്. 1984. തൈക്കാടയ്യ സ്വാമി ക്ഷേത്രത്തില് ആരാധനാമൂർത്തി ശിവനാണ്. ക്ഷേത്രം സ്ഥാപിച്ചല്ലോ, ആ ക്ഷേത്രത്തിൽ ആരാധനാമൂർത്തി ആരാണ്? ശിവനാണ്. മനോന്മണിയം സുന്ദരൻ പിള്ളയുടെ സഹായത്തോടെ തൈക്കാടയ്യ സ്ഥാപിച്ച ആത്മീയ കേന്ദ്രമേത്? ഇത് ചോദിക്കാറുണ്ട്. ശൈവ പ്രകാശ സഭയാണ്. തിരുവനന്തപുരം ജില്ല ചാലയിലുള്ള ശൈവ പ്രകാശ സഭയാണ് തൈക്കാടയ്യ സ്ഥാപിച്ചത്. ശൈവ പ്രകാശ സഭ. തിരുവിതാംകൂറിൽ ആദ്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എടുത്ത വ്യക്തിയാണ് മനോന്മണിയം സുന്ദരൻ പിള്ള. പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് മനോന്മണിയം സുന്ദരൻ പിള്ള.
ഇനി തൈക്കടയ്യ ചെന്നൈയിലെ അഷ്ടപ്രധാന സഭയിലാണ് പ്രഭാഷണങ്ങളൊക്കെ നടത്തിയത്. ചെന്നൈയിലെ അഷ്ടപ്രധാൻ എന്ന് പറയുന്ന സഭയില് പ്രഭാഷണങ്ങളൊക്കെ ഇദ്ദേഹം പ്രഭാഷണങ്ങളൊക്കെ നടത്തി. ഇനി തൈക്കടയ്യയുമായി ബന്ധമില്ലാത്തത് ഏത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. തൈക്കടയ്യാവിന്റെ പ്രധാന ശിഷ്യൻ ഗുരു. തൈക്കടയ്യ യഥാർത്ഥ പേര് സുബ്ബരായൻ. സമത്വ സമാജം സ്ഥാപിച്ചു. സുബ്ബരായൻ ശരിയല്ലേ? ഗുരു, അതുപോലെ സ്വാതി തിരുനാള്, ചട്ടമ്പി സ്വാമികള്, അയ്യങ്കാളി ഒക്കെ ശരിയല്ലേ? സമത്വ സമാജം വൈകുണ്ഠ സ്വാമികളാണ് അല്ലെ? വൈകുണ്ഠ സ്വാമി. 3 മാത്രം തെറ്റാണ്. ക്ലിയർ ആണ്? അപ്പൊ ഇതോടുകൂടി നമ്മുടെ തൈക്കാടയ്യം കംപ്ലീറ്റ് ആണ്. അപ്പൊ തൈക്കാടയ്യ 1814 ജനിച്ചു, 909 മരിച്ചു. ക്ലിയർ ആണ്? 909 മരിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് ശൈവപ്രകാശ സഭ ഓർക്കുക. ഇന്ത്യ ഉലകത്തിൽ ഒരേ ഒരു ജാതൻ, ഒരേ ഒരു മതം, സൂപ്രണ്ടയ്യ എന്നറിയപ്പെടുന്നു. പിന്നെ വൈകുണ്ഠസ്വാമി ഇദ്ദേഹത്തിന്റെ ഗുരുവായിരുന്നു. അങ്ങനെ വൈകുണ്ഠസ്വാമി ശിങ്കാരത്തൊപ്പ് ജയിലിൽ നിന്ന് മോചിതനാക്കി സ്വാതിയിൽ നമ്മളോട് പറഞ്ഞിട്ട്. ഇനി ശിവരാജയോഗി എന്ന് അറിയപ്പെടുന്നു. ഗുരുവിന്റെ ഗുരു എന്ന് അറിയപ്പെടുന്നു. ഹടയോഗോപദേഷ്ടാവ് എന്ന് അറിയപ്പെടുന്നു. പാണ്ഡിപ്പറയൻ, പണലിപ്പറയൻ എന്ന് അറിയപ്പെടുന്നു. സൂപ്രണ്ടയ്യ എന്നൊക്കെ ജനങ്ങള് സ്നേഹപൂർവ്വം വിളിച്ചു. എന്തൊക്കെയാണ് പേര്? ശിവരാജയോഗി, ഗുരുവിന്റെ ഗുരു, ഹടയോഗോപദേഷ്ടാവ്, പാണ്ഡിപ്പറയൻ, പണലിപ്പറയൻ, സൂപ്രണ്ടയ്യ, ഇങ്ങനെയൊക്കെ അറിയപ്പെടും. പത്നി കമലമ്മാള്, അച്ഛനും അമ്മയും കണ്ടു. പിന്നെ തൈക്കാടയ്യ സ്വാമി പന്തി ഭോജനം ആരംഭിച്ചു എന്നോർക്കുക. ശിഷ്യന്മാരെ കണ്ടു. ക്ലിയർ ആണ്? പിന്നെ പ്രധാനപ്പെട്ട കൃതികൾ കണ്ടു. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിന്റെ കാര്യവും പറഞ്ഞു. പിന്നെ നമ്മൾ ശൈവപ്രകാശ സഭയും കണ്ടു. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ളത്. ഇനി നമ്മൾ 3 പേരെയാണ് പഠിച്ചത്. ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ബൈ.